Good morning, everyone. ഇന്നത്തെ ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ആണ്. 109.50 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് കുറച്ചുകൂടി ബെറ്ററാണ്. ജലദോഷം കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രീസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട് മാർക്കറ്റിൽ. കോൾ ഓപ്ഷൻ എൻട്രി നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡേ ലോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് എൻട്രീസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ടൊരു എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ 115 ഒരു 3 ലോട്ട്സാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ആവറേജ് പ്രൈസ് 115 ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ കോസ്റ്റിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 114-13 ലെവൽ. ബ്രേക്ക്ഔട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2000 റുപ്പീസിൻ്റെ ലോസിലാണ്. നമുക്ക് ഇവിടെ നിന്നൊരു ഫ്യൂ മോർ എൻട്രീസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 5 ക്വാണ്ടിറ്റീസും 111 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ആസ് ഓഫ് നൗ 5 ലോട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. 111 ആവറേജ് പ്രൈസ്, 2000 റുപ്പീസ് ലോസിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വന്നു. അറൗണ്ട് 4K ലോസിൽ സ്ക്വയർ ഓഫ് ചെയ്തു. അതിന് ശേഷം അതേ ട്രേഡ് തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട്. ആവറേജ് പ്രൈസ് 105 ആണ്. അപ്പോൾ അത് സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡേ ലോ വന്ന സമയത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പുൾ ബാക്ക് വന്നപ്പോൾ കുറച്ച് ഷാർപ്പായതുകൊണ്ട് തന്നെ സ്ക്വയർ ഓഫ് ചെയ്ത് പിന്നെ റീടെസ്റ്റ് ചെയ്ത് ഡേ ലോയിലേക്ക് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് വീണ്ടും റീ എൻട്രി ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു 2500 പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ 1500 ലോസിലാണ്. 130 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഡേ ഹൈ 118 ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ, ഇപ്പോൾ 120 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 130 ടാർഗറ്റ് ചെയ്യാം. നമ്മൾ റിക്കവർ ചെയ്തു. ലോസ് ആവശ്യമില്ലാത്തൊരു ലോസായിരുന്നു. എനിവേ അതൊരു റിസ്കി പൊസിഷൻ ആയതുകൊണ്ട് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് അത് എടുക്കാനും പറ്റിയില്ല. ഇപ്പോൾ 120 നിൽക്കുന്നുണ്ട്. ഡേ ഹൈ വന്നിട്ടുള്ളത് 123 ആണ്. 130 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. മേ ബി മാർക്കറ്റിലൊരു ഫ്രീ ഫോളിനുള്ള ചാൻസസും ഉണ്ട്. 24,525 ലെവലിലേക്ക് ഫോൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല പ്രോഫിറ്റ്സിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറൻ്റ്ലി നമ്മുടെ പൊസിഷൻ ഇതാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ 130 ലെവൽ. 5 ലോട്ട്സാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡേയിലോ ഓൾറെഡി വന്നു കഴിഞ്ഞു. സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ യെസ്,
നമുക്ക് വെയിറ്റ് ചെയ്യാം. 130 ലെവലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് പൊസിഷൻ അഗെയിൻ ഡേ ലോ ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പുൾ ബാക്ക് ആയിരുന്നു. അതിനുശേഷം അഗെയിൻ ഡേ ലോയിലേക്ക് ഡേ ലോയിലേക്ക് വന്നിട്ടുണ്ട്. കറണ്ട് പൊസിഷൻ കോസ്റ്റിൽ തന്നെയാണ്, അറൗണ്ട് കോസ്റ്റാണ്. 124 അഗെയിൻ ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തിരിക്കുന്നു. 130 ആണ് നമ്മുടെ ടാർഗറ്റ്. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ 130 വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. $130 സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഡേലോ ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. ഡേലോ ബ്രേക്ക് ചെയ്തൊരു ഫോൾ വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടും. ഡേലോ ബ്രേക്ക് ചെയ്തൊരു ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു പൊസിഷൻ സ്റ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ രീതിയിൽ തന്നെയാണ് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും പ്രോഫിറ്റ് ലോസ് അങ്ങനെ ഒരു പുൾ ബാക്ക് വരുമ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ബെയർ ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. $130 ആണ് നമ്മുടെ ടാർഗറ്റ്. ഇസ് ട്രേഡിംഗ് അറൗണ്ട് 118, 117. ഒരു ഫ്രീ ഫോൾ വരുമോ നമുക്ക് നോക്കാം. 118 വന്നിട്ടുണ്ട്. യെസ്, 120 ഒരു 10 പോയിൻറ്റ്സ് ആണ് നമുക്ക് വരേണ്ടത്. 30-35 ഞാൻ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ടാർഗറ്റ് വരുന്നത് വരെ ആ ഒരു പേഷ്യൻസോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. $120, യെസ്. 130 ഇനി ജസ്റ്റ് 10 പോയിൻറ്റ്സ്. ഡേ ഹൈ ഇപ്പോൾ കറണ്ട് ഡേ ഹൈ 124.90 ആണ്. 130 നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ഡേ ലോ ബ്രേക്ക് ചെയ്ത് അഗെയിൻ ഒരു ലോവർ ലോ വരാൻ പോവുകയാണ്. ഒരു ഫ്രീ ഫോൾ വരുമോ നമുക്ക് നോക്കാം. 22, ഗുഡ് ഗോയിങ്. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ റിപ്ലേസ് ചെയ്യാം. 130, 135 ലെവൽ. കറൻ്റ്ലി ഇത് ലോവർ ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, 120 ട്രേഡ് ചെയ്യുന്നത്.
121, യെസ്. 122, 30 ആണ് നമ്മുടെ ടാർഗറ്റ്. യെസ്. കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. $120 നിൽക്കുന്നുണ്ട്. പിന്നെയും സമയമുണ്ട് നമ്മുടെ അടുത്ത്, അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ധൈര്യമായിട്ട്. ടാർഗറ്റിംഗ് 130, 135 ലെവൽ. $122. നമുക്ക് ഇനിയും സമയമെടുക്കുന്ന തോന്നുന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. യെസ്, ഇപ്പോൾ 125 ഡേ ഹൈ വന്നിട്ടുള്ളത്. 5 പോയിൻറ്റ്സ് കൂടി വരാനുണ്ട്. ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു നല്ലൊരു ഫോളോണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ $122, $23. ഓക്കെ, 130 ആണ് നമ്മുടെ ടാർഗറ്റ്. 125 ഡേ ഹൈ, ഇതുവരെയുള്ള ഡേ ഹൈ. $23, $24 again. ഒരു ഫോളാണ് നമുക്ക് സ്പോട്ടിൽ കാണാൻ പറ്റുന്നത്. യെസ്, ഇപ്പോൾ 25 വന്നിട്ടുണ്ട്. 27.90 ഡേ ഹൈ. $26, good. 27, 29, yes. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് 130 എക്സാക്ട്ലി 130 സ്ക്വയർ ഓഫ് ഫോളോ എടുത്ത് ബുക്ക് ചെയ്തു നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രേഡ് തന്നെയാണ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അതിലൊരു 4,000 റുപ്പീസിൻ്റെ ലോസ് ബുക്ക് ചെയ്തു. എഗെയിൻ നമ്മൾ ആ ട്രേഡ് തന്നെ റീ എൻട്രി ചെയ്തതിന് ശേഷം ആ ഒരു ട്രേഡിൽ 8,000 റുപ്പീസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ 4K ലോസ് ടു 8K പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് 4K. ഇപ്പോൾ 4K ലോസ് ടു 4K പ്രോഫിറ്റ് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ഡേ ലോ ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട് സ്പോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ. എനിവേ ഈ ഒരു ട്രേഡോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഈ ഒരു വീക്കിൽ നമ്മൾ ചെയ്ത 3 ഡേയ്സും. നമുക്ക് അടുത്ത ജലദോഷം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം വീക്കെൻഡിന് ശേഷം ഫ്രഷായിട്ട് നമുക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച കാണാം. ഇപ്പോൾ സൺഡേ വേൾഡ് കപ്പ് ഫൈനലൊക്കെ ഉണ്ട്, ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. അപ്പോൾ കളിയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് മൺഡേ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.